ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്തു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജോലിയും ആരോഗ്യത്തെയും ഒക്കെ ബാധിച്ചു. അതിൻ്റെ സൊല്യൂഷന് എന്താണെന്നുള്ളത് നോക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു മാർക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ അപ്പോഴത് എനിക്ക് പറയാൻ തോന്നിയില്ല. കാരണം ആൾ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു ഇപ്പം എവിടുന്ന് പോകുന്ന സോളുകൾക്ക് അല്ലെങ്കിൽ ഈ ജീവന് ഈ ഈ ഈ ലൈഫിനോടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും. അങ്ങനെയുള്ള മമതയ സംഘമൊക്കെ നിന്ന് വെടിതിച്ച് അവരെ പ്യുവറായിട്ട് അടുത്ത തലത്തിലേക്ക് ഉയർത്തി വിടാനായിട്ട് നമ്മൾ ചെയ്യുന്ന ചില അനുഷ്ഠാനങ്ങളുണ്ട്. ആ അനുഷ്ഠാനങ്ങൾ കിട്ടാത്ത സോളുകൾ ഇല്ല ഒരു ഇമ്പ്യൂരിറ്റി പോലെ, ഇമ്പ്യൂരിറ്റി എന്ന് അതിനെ വാക്ക് പറയാൻ പറ്റില്ല, ഉണ്ടാവാം. നമ്മുടെ മനസ്സ് പല 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 കാര്യങ്ങളിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്, പല പല മോഹങ്ങളിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്, പല പല മനസ്സിൻ്റെ ദേഷ്യങ്ങൾ, സങ്കടം, അങ്ങനെയുള്ള മനസ്സിൻ്റെ വിക്ഷേപാവസ്ഥകളുണ്ടല്ലോ, അഹങ്കാരം, ഇതെല്ലാം ഉണ്ടാവും. ഇതിലൊക്കെ കെട്ടപ്പെട്ടിരിക്കുന്ന മനസ്സെന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും ദുഃഖം തരുന്ന അലോരസം ആയിരിക്കും. ആ മനസ്സ് എന്ന് പറഞ്ഞത് എൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിൽ നിന്ന് വിടുതൽ കിട്ടുക എന്ന് പറയുന്ന വലിയൊരു ഫ്രീഡമാണ്. ആ ഫ്രീഡം നമ്മൾ അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഒരാൾ വന്നിട്ട് അയാളെ അത്രയും വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുകയും ആ അനുഭവത്തിൽ കൂടി അയാൾ കടന്നു പോവുകയും ചെയ്യുന്ന അയാളുടെ കർമ്മമാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിനെ മാത്രം പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മൾ അറ്റാച്ച്ഡ് ആകുന്നതുകൊണ്ടാണ്. അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മുടെ മനസ്സ്, നമ്മുടെ സൂക്ഷ്മ മനസ്സെന്ന് പറയുന്ന സ്വപ്ന മനസ്സ് ഒരു പെയിൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ പെയിനെ വിടാൻ നമ്മൾ തയ്യാറല്ല. മനസ്സിലായില്ലേ? നമ്മൾക്കത് ഇഷ്ടമാണ്. നമ്മൾ ഒരാളോട് അറിയാതെ ഒരു തെറ്റ് ചെയ്തു, നമ്മൾ അവരോട് സോറി പറഞ്ഞു, നമ്മൾ ഹൃദയം കൊണ്ട് അവരോട് പശ്ചാത്തപിച്ചു, ആ കഥ അവിടെ നമ്മൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവര് അവിടെ നിന്ന് അത് നമ്മുടെ ആഗ്രഹമാണ്. നമ്മുടെ മനസ്സിന് നിലനിൽക്കാൻ നമ്മൾക്കൊരു ദുഃഖം വേണം. ഒരുപാട് മനസ്സും അങ്ങനെയാണ്. നമ്മുടെ സ്വപ്ന മനസ്സെന്ന് പറയുന്നത് പിടിച്ചു നിൽക്കാൻ ഒരു കാര്യം വേണം. അതിലേറ്റവും ഇഷ്ടമുള്ളത് ദുഃഖമാണ്. നമസ്കാരം. ദേവപ്രകാശയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം ചേച്ചി. നമസ്തേ. നമ്മൾ കുറേ സബ്ജക്റ്റ് സംസാരിച്ചു. ഹസ്തരേഖ, അതായത് പാമിസ്ട്രി അല്ലെങ്കിൽ കൈരേഖാശാസ്ത്രം, ജ്യോതിഷം, ജാതകം, കൈയുടെ ഷേപ്പ്, കൈയുടെ ഉള്ളിലുള്ള രേഖകൾ. ഇനി ഒരു വേറിട്ടൊരു ചോദ്യം ചോദിക്കുന്ന വ്യക്തികൾക്ക് പശ്ചാത്താപം എന്നുള്ളൊരു കാര്യം ഉണ്ടാകുമ്പോൾ പല സംഭവങ്ങൾ കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട്, അതിന് ചേച്ചിക്ക് സുവ്യക്തമായ ഒരു മാർഗനിർദ്ദേശം നൽകാവോ? പശ്ചാത്താപത്തിൽ നിന്ന് ഒരു മുക്തി നേടാനായിട്ട്. നമുക്ക് വഴിപാടുകൾ, പൂജാവിധികൾ, അങ്ങനെയൊക്കെ പലതും പറയും, അല്ലെങ്കിൽ അർച്ചനകൾ, നേർച്ചകൾ. അത് ജ്യോതിഷത്തിൽ കൂടി ചേച്ചിയുടെ ഇത്രയും നാളത്തെ അനുഭവ സമ്പത്ത് വെച്ചിട്ട് പശ്ചാത്താപം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല ആൾക്കാർക്കും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാനുള്ള ഒരു ഉപദേശം കുറച്ച് വിസ്തരിച്ച് തന്നെ പറഞ്ഞു തരാണെങ്കിൽ വലിയ ഉപകാരം. പശ്ചാത്താപം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരവസ്ഥയാണ്, ആണല്ലോ. കഴിഞ്ഞു പോയ ഏതോ സംഭവത്തെ പറ്റി ഇപ്പോൾ ഉള്ള അവരുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്. മനസ്സിൽ വിഷമം ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വിഷമമായിട്ടായാലും സംഘർഷമായിട്ടായാലും ഭീതിയായിട്ടായാലും ഈ ഇപ്പോഴുള്ള അവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അതെ, കറണ്ട് ലൈഫിനെ അത് വല്ലാതെ ബാധിക്കും. കാരണം നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് എനർജിയാണ്. അത് എത്രമാത്രം സെൻറ്റേർഡാണോ അത്രമാത്രം നമുക്ക് ഈ മൊമെൻറ്റിൽ പൂർണ്ണമായി ജയിക്കാൻ പറ്റും. ആ മനസ്സ് എവിടെയോ ആണ് പകുതി. അത് വിയറിലാകാം, പശ്ചാത്താപത്തിലായിരിക്കാം, ദുഃഖത്തിലായിരിക്കാം. അപ്പം അത് നമ്മൾ അവരുടെ ജാതകം അനലൈസ് ചെയ്യുമ്പോൾ ഏത് കാരണം കൊണ്ടാണ് അത് വന്നത്, ചിലർക്കത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടാവില്ല. ആകെ മൊത്തം ഒരു ഘനീഭവിച്ച ഫീലായിട്ട് മാത്രം അറിയുന്നുള്ള ആൾക്കാരുണ്ട്. ആ ഇൻസിഡന്റ് അറിയില്ല, ആ മനസ്സ് അവർ മറന്നു പോയിട്ടുണ്ട്. ചിലർക്ക് അവർ മറ്റുള്ള ഏൽപ്പിച്ച അരുതാൻ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ള അറിവുണ്ടായിട്ട് വേദനിക്കുന്നുണ്ട്. ചിലർക്ക് അത് അറിയാതെ ഉണ്ട്. ആകമൊത്തം ഒരു അസ്വസ്ഥമായ അവസ്ഥയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി ഒന്ന് ഉത്തരം, നമ്മൾ അറിയാതെ ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിന് അടിമപ്പെട്ടിട്ട് നമ്മൾ പോയതിനെ പറ്റി പശ്ചാത്തപിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ബോധപൂർവം അല്ലാതെ നമ്മൾ അങ്ങനെ എന്തോ ഒരു അദൃശ്യമായ പ്രേരണ കൊണ്ട് സംഭവിച്ചു പോയി, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്.
അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളതിനെ പറ്റി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ചിലർക്ക് അറിയും, ചിലർക്ക് അറിയുന്നുണ്ടാവില്ല. ചിലർക്ക് അത് അറിയുന്നെങ്കിൽ തന്നെ അതുകൊണ്ടാണോ ഇത്രമാത്രം ഈ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. നമ്മുടെ ശരീരത്തെ കൂടി ബാധിക്കും. തീർച്ചയായിട്ടും ആരോഗ്യത്തെ, നമ്മുടെ രീതിയിൽ ആരോഗ്യത്തെ, മാനസികാരോഗ്യത്തെ മാത്രമല്ല ശാരീരികമായ ആരോഗ്യത്തെ ബാധിക്കും. നമ്മളുടെ ചിന്തകൾ നമ്മളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ, രാസമാറ്റങ്ങൾ ഉണ്ടാക്കുമല്ലോ. അതിനുള്ള ഒരു മുന്നോട്ട് വളരെ എനർജറ്റിക്കായി പോസിറ്റീവായിട്ട് ഈ പശ്ചാത്താപങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയായിട്ട് മുന്നോട്ട് പോകാൻ എങ്ങനെ കഴിയുന്നുള്ളതൊന്ന് പറയാമോ? അപ്പോൾ ആദ്യം ആ ഇൻസിഡൻറ്റ് എന്താണെന്നുള്ളതിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കിയതിന് ശേഷം ആ സാഹചര്യത്തിൽ നമ്മൾ ഏത് ഗ്രഹത്തിൻ്റെ പ്രേരണ കൊണ്ടാണ് അങ്ങനെ ചെയ്തത്, ആ കാലഘട്ടത്തിൽ നമ്മൾക്കൊരു പ്ലാനറ്ററി പീരീഡ് ഉണ്ട്. അങ്ങനെ ഒരു പീരീഡിൽ നമ്മളിങ്ങനെ ചെയ്തു പോയതാണ്. അതൊരു വ്യക്തിയുടെ പ്രഭാവം കൂടി ആയാലോ, നമ്മളറിയാതെ വേറൊരു വ്യക്തി നമ്മളുടെ ആ സംഭവത്തിൽ വന്നു ചേരുന്നത് നമ്മളുടെ കർമ്മഗതിയല്ലേ. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട അനുഷ്ഠാനങ്ങളുണ്ട്. അത് നമ്മൾ തന്നെ ചെയ്യേണ്ട പ്രാണായാമം, യോഗ, പ്രത്യേക തരത്തിലുള്ള അതുണ്ടാകാം, ദാനങ്ങൾ ഉണ്ടാകാം, പ്രത്യേക ചാൻറ്റിങ് ഉണ്ടാകാം. അതൊക്കെ ചെയ്യുമ്പോൾ വ്യത്യാസം വരും. ഞാൻ പണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്യും. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ജോലിയും ആരോഗ്യത്തെയും ഒക്കെ ബാധിച്ചു. അതിൻ്റെ സൊല്യൂഷന് എന്താണെന്നുള്ളത് നോക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു മാർക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ അപ്പോഴത് എനിക്ക് പറയാൻ തോന്നിയില്ല. കാരണം ആൾ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു ഇത് ചെയ്യുമെന്ന് നമുക്ക് പറ്റില്ല. അപ്പോൾ പക്ഷേ അതിന് സംഭവിച്ചതിന് ശേഷം അതിന് എന്താണ് കാരണമെന്ന് നോക്കുമ്പോൾ അത് ഈ ലൈഫിൽ പോലും അല്ല, ഇദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തിലെ ഇദ്ദേഹം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ, ആ പിതൃവായിരുന്ന അവസ്ഥയിൽ ആ പ്രയാണത്തിൽ കിട്ടേണ്ട ശുഭത്വം കിട്ടിയിട്ടില്ല, പ്യൂരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നമ്മൾ കണ്ടെത്തി ഒരു സോള് നമ്മൾ ഇവിടുന്ന് പോയതിന് ശേഷം വീണ്ടും ശരീരം സ്വീകരിക്കുമല്ലോ. അപ്പോൾ ഇവിടുന്ന് പോകുന്ന സോളുകൾക്ക് അല്ലെങ്കിൽ ഈ ജീവന് ഈ ലൈഫിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അങ്ങനെയുള്ള മമതയും സംഘമൊക്കെ നിന്ന് വെടിതിച്ച് അവരെ പ്യൂറായിട്ട് അടുത്ത തലത്തിലേക്ക് ഉയർത്തി വിടാനായിട്ട് നമ്മൾ ചെയ്യുന്ന ചില അനുഷ്ഠാനങ്ങളുണ്ട്. ആ അനുഷ്ഠാനങ്ങൾ കിട്ടാത്ത സോളുകൾ ഒരു ഇമ്പ്യൂരിറ്റി പോലെ, ഇമ്പ്യൂരിറ്റി എന്ന് അതിനെ വാക്ക് പറയാൻ പറ്റില്ല, ഉണ്ടാവാം. ആ ഒരു അവസ്ഥ ഒരു കളങ്കം എന്ന് പറയും. ആ കളങ്കം ജീവിതത്തിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് പ്രകടമാകുന്ന ഒരു ചെറിയ പീരീഡിലാണ് അദ്ദേഹം ഈ ഒരു തെറ്റിലേക്ക് പോയത്. അത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ അത് നമ്മൾ കണ്ടെത്തുകയും അതിന് പരിഹാരമായിട്ട് അദ്ദേഹം ചെയ്യേണ്ട ചില ചാൻറ്റിങ് പറഞ്ഞു കൊടുക്കുക. അത് 41 ദിവസം അദ്ദേഹം ചെയ്യുകയും ചെയ്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഓറ, അദ്ദേഹത്തിൻ്റെ മുഖം മാറ്റം വന്നു. എനിക്ക് മാത്രമല്ല, ഇതറിയാവുന്ന വേറൊരു ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഇദ്ദേഹത്തെ കണ്ടാൽ മാറ്റം വന്നല്ലോ, പ്രകടമായ വ്യത്യാസം വന്നു. കാരണം നമുക്കറിയാം ആ ഒരു ഇത് അദ്ദേഹത്തിൽ നിന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞതുപോലെ നമ്മളിൽ ഇപ്പോൾ ഒരു വ്യക്തി വന്നിട്ടാണ് നമ്മളിങ്ങനെ ഒരു കുറ്റബോധത്തിലോ ഉള്ള അവസ്ഥയിലേക്ക് വരുന്നതെങ്കിൽ ആ വ്യക്തി വരണമെന്ന് നിശ്ചയിക്കപ്പെട്ടതല്ലേ നമ്മുടെ ജീവിതത്തിൽ ആണല്ലോ. അതിന് കാരണമായ സംഭവം എന്താണ്? ആ വ്യക്തി വന്ന് നമ്മളെ ഇത്രയും കുറ്റബോധത്തിലോ പശ്ചാത്താപത്തിലോ ദേഷ്യത്തിലോ സങ്കടത്തിലോ നമ്മളെ കൊണ്ടാക്കുന്ന ഇൻസിഡന്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അത് മാറും. അപ്പോൾ നമ്മൾക്ക് പൂർണ്ണമായിട്ടും നമ്മളുടെ സ്വതന്ത്രമായ ഒരു മനസ്സുണ്ടായിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഫ്രീഡമാണ്. അത് അനുഭവിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ മനസ്സ് പല 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 കാര്യങ്ങളിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്, പല പല മോഹങ്ങളിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്, പല പല മനസ്സിൻ്റെ ദേഷ്യങ്ങൾ, സങ്കടം, അങ്ങനെയുള്ള മനസ്സിൻ്റെ വിക്ഷേപാവസ്ഥകളുണ്ടല്ലോ, അഹങ്കാരം, ഇതെല്ലാം ഉണ്ടാകും. ഇതിലൊക്കെ കെട്ടപ്പെട്ടിരിക്കുന്ന മനസ്സെന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും ദുഃഖം തരുന്ന അലോരസം ആയിരിക്കും. ആ മനസ്സ് എന്ന് പറഞ്ഞത് എൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിൽ നിന്ന് വിടുതൽ കിട്ടുക എന്ന് പറയുന്ന വലിയൊരു ഫ്രീഡമാണ്. ആ ഫ്രീഡം നമ്മൾ അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചില മനസ്സിന് വിഷമമുള്ള
അല്ലെങ്കിൽ രോഗാവസ്ഥയുള്ളവരോട് മരുന്ന് കഴിക്കാൻ പറയുമല്ലോ. അതെ. അപ്പൊ ആ മരുന്ന് കഴിച്ച് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, ഓ ഇങ്ങനെയായിരുന്നു മനസ്സിന്റെ അവസ്ഥ, ഇങ്ങനെ ആ ഭേദമാകുമായിരുന്നു. അല്ല ഭേദം എന്ന് പോലും അല്ല, ഓ മനസ്സിന്റെ ശരിയായിട്ടുള്ള അവസ്ഥ ഇതാണല്ലേ, ആ സമതുലിതമായിട്ടുള്ള ഒരു അവസ്ഥ ഇതാണെന്ന് അവർ അനുഭവിക്കുക. അതിനു മുമ്പ് ഒരിക്കലും അത് എക്സ്പീരിയൻസ് അറിഞ്ഞിട്ടില്ല. ചെയ്തിട്ടുണ്ടാവില്ല, ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടെന്നുള്ളത് അവർക്ക് ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അത് ഒരിക്കലും അറിയുമ്പോൾ അവർക്ക് മനസ്സിലാകും, വ്യത്യാസം വരുമ്പോൾ തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് വളരെ കൂടുതലുമാണ്. സ്വച്ഛതാപം എന്നല്ല, ഈ മനസ്സിന്റെ ഒരു അസ്വാഭാവികമായ അവസ്ഥ ഇന്നത്തെക്കാളും വളരെ കൂടുതലാണ്. അതിപ്പോ അവരുടെ ഔദ്യോഗിക പദവിയോ വിദ്യാഭ്യാസമോ ഒന്നുമില്ല. മങ്കി മൈൻഡ് എന്ന് പറഞ്ഞ പോലെ ചാടിക്കളിച്ച് എവിടെ നിൽക്കാതെ ആകെ അസ്വസ്ഥനായി പ്രശ്നം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. അത് ഈ നമ്മളുടെ അറിവുകളുടെ ലോകത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. പണ്ടാണെങ്കിൽ നമ്മൾ എവിടെയോ ഒരു സ്ഥലത്ത് ജീവിക്കുന്നു, ആ സ്ഥലത്തുള്ള വ്യക്തികളെ മാത്രമേ നമുക്കറിയുള്ളൂ. നമ്മുടെ ബന്ധുക്കളെ അറിയാം, നമ്മുടെ ഗ്രാമത്തിലുള്ളവരെ അറിയാം, ചുറ്റുവട്ടത്തുള്ളവരെ അറിയാം, അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മളറിയും, അല്ലെങ്കിൽ ന്യൂസ് വായിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഇപ്പൊ അങ്ങനെയല്ല, ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന അതുകൊണ്ട് തന്നെ വളരെ വളരെ അസ്വസ്ഥമാണ് മനസ്സ്. അതിന് പ്രായഭേദമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടികളാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്. അല്ല, വയസ്സായവരും അത് തന്നെയാണ്. കാരണം അവര് വേറെ ഒന്നും ആക്ടിവിറ്റീസ് ഇല്ല, അപ്പൊ അവര് അതിൽ തന്നെ കണ്ടുപിടിച്ച ഒരു വലിയൊരു ആശ്വാസമാണെന്ന് തോന്നുന്ന, എന്നാൽ ഏറ്റവും വലിയ അപകടകരമായ ഒരവസ്ഥയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ അമ്മൂമ്മമാര് വീട്ടിലെന്താ രാമനാമം ജപിച്ചിരിക്കുമല്ലോ, കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ അവർക്ക് അതിനൊന്നും നേരമില്ല. സീരിയലോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ അവരുടെ ജീവിതവും ഈ സംഘർഷഭരിതമാണ്. മറ്റേ കുറെ കൂടെ ജ്ഞാനവൃത്തൻ എന്നാണല്ലോ പറയുന്നത്. ആ വാർദ്ധക്യത്തിലെത്തിപ്പോ ഒരു ജ്ഞാനത്തിൽ നിൽക്കേണ്ടതാണ്. ഇപ്പൊ ഏത് അവസ്ഥയിലുള്ളവർക്കും ഇങ്ങനത്തെ ഒരു മനസ്സിന്റെ പോരായ്മ വരികയും അത് വളരെ ചിലർക്ക് അത് ബാലൻസ് ചെയ്തൊക്കെ പോകാനായിട്ട് ഒരു പരിധി വരെ സാധിക്കും. ചിലർക്ക് വളരെ വളരെ മോശമായ അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. അതാണിപ്പോൾ ഈ കാലഘട്ടത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു ദുർവിധി. നമുക്കിത് മനസ്സിലാകുമ്പോൾ അവരനുഭവിക്കുന്ന പെയിൻ നമുക്ക് ഫീൽ ചെയ്യും, മനസ്സിലാകും. വന്നൊന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും നമ്മൾ കണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരാൾ പെയിൻ അനുഭവിക്കുന്ന കണ്ടു നിൽക്കുമ്പോൾ ഉള്ള ദുഃഖം ഉണ്ടല്ലോ, അത് ആ അസ്വസ്ഥമായിട്ടുള്ള ഒരു, തീർച്ചയായിട്ടും അതിനെന്തെങ്കിലും സാധനങ്ങൾ ഡെയിലി എല്ലാ മനുഷ്യരും എന്നാണ് ചെയ്യേണ്ട ഒരു കാലഘട്ടമായത്. എന്തെങ്കിലും അനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥനകൾ ഒന്നുമില്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാമില്ലെങ്കിൽ എന്തെങ്കിലും സേവ ആക്ടിവിറ്റി ചെയ്യുക, അല്ലെങ്കിൽ ദാനം ചെയ്യുക. അത് ഓരോ ഗ്രഹങ്ങളും സൂചിപ്പിക്കുന്ന ദോഷങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിലാണ് പരിഹാരങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഓരോ ഗ്രഹങ്ങളുടെ തരം കാറ്റഗറിപ്പെട്ട ആളുകളുണ്ട്, ആ ആളുകൾക്ക് സഹായം ചെയ്യുക, അല്ലെങ്കിൽ ആ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന ധാന്യങ്ങൾ ദാനം ചെയ്യുക. അല്ലെ ആ ഗ്രഹത്തിനും ധാന്യങ്ങളും എല്ലാം ഉണ്ട്, ധാന്യങ്ങളും ലോഹങ്ങളും എല്ലാം ഉണ്ട്, അത് ദാനം ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ആ കാറ്റഗറിപ്പെട്ട ആളുകളെ സഹായിക്കുക, അല്ലെങ്കിൽ അതിനെ ദോഷപരിഹരിക്കത്തക്ക രീതിയിലുള്ള നമ്മുടെ ചക്രാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യത്തക്ക, എനർജി സെൻറ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യത്തക്ക യോഗാസനങ്ങളും പ്രാണായാമമൊക്കെ ശീലിക്കുക. അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക, അല്ലെ ചാൻറ്റിങ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നമ്മൾ ദൈനംദിനം നമ്മളിപ്പോൾ ശരീരം കുളിച്ചാൽ ശുദ്ധമാകുമല്ലോ, വസ്ത്രം കഴുകിയാൽ ശുദ്ധമാകുമല്ലോ, അതേപോലെ ഈ മനസ്സിനെ ശുദ്ധമാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അത് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തേക്ക്. ചേച്ചി, ഇവിടെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാൾ ഇൻഫ്ലിക്റ്റ് ചെയ്ത ഇഞ്ചുറി കൊണ്ട്, അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് കൊടുത്ത ഒരു മുറിവ് കൊണ്ട്, ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ശാന്തിക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഉപാസനകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ വ്യക്തിക്ക് നമ്മൾ എന്ത് കൊടുക്കും? എങ്ങനെ അദ്ദേഹത്തെ സമാധാനിപ്പിക്കും? നമ്മൾ ആ വ്യക്തിയെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് സോറി പറയാം. വ്യക്തി കാണുന്നില്ലാത്ത വ്യക്തിയാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളുടെ മനസ്സിൽ അത് സംഘർഷം നിലനിൽക്കും തോറും നമ്മൾ അവരുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ എനർജി തലത്തിൽ, സൂക്ഷ്മതലത്തിൽ നമ്മൾ ഒരാളെ പറ്റി കൂടുതൽ ചിന്തിക്കുന്നുണ്ടോ, അവരുടെ എനർജി ഫീൽഡും നമ്മളുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ അവരെ പറ്റി നെഗറ്റീവ് ചിന്തിക്കുന്നത് അവർക്കും നല്ലതല്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും സാധനങ്ങൾ ചെയ്യുകയാണ്, നമ്മൾ ഒരാൾക്ക് കൊടുത്ത ഒരു ഇഞ്ചുറി ആ വ്യക്തി മറക്കാനോ പൊറുക്കാനോ തയ്യാറാവാതെ, അല്ല ആ വ്യക്തി മറക്കാനോ പൊറുക്കാനോ തയ്യാറാവാതെ നമ്മിൽ ഇപ്പോഴും ആ ക്രോധം ചൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അതിനൊന്ന് ലഘൂകരിക്കാൻ നമ്മുടെ ഈ പ്രാർത്ഥനകൾ കൊണ്ട് കഴിയും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്ക് സഹായകമായിരിക്കുമല്ലോ. നമ്മൾ അവരെ പറ്റി
ആ തരത്തിൽ ചിന്തിക്കാതിരിക്കുമ്പോൾ അവരും അതിൽ നിന്നൊരു വിടുതൽ വന്നിട്ടുണ്ട്. നമ്മൾ അവരോട് ക്ഷമ ചോദിക്കുന്നു, നമ്മൾ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു. നേരിട്ട് കാണുന്ന ആളാണെങ്കിൽ അവരോട് പറയുന്നു, നേരിട്ട് കണ്ടിട്ട് ഒരു സോറി അബദ്ധമായി പോയി, തെറ്റ് പറ്റിപ്പോയി, ക്ഷമ ചോദിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ വീണ്ടും ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വ്യക്തി പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാതെ ആ ക്രോധം പേറിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് അവർക്കാണ് കുഴപ്പം. ആണോ? അത് അയാളുടെ കർമ്മം, അയാളുടെ അനുഭവം. അല്ല, അത് നമ്മള് സറണ്ടർ ചെയ്തു, പ്രകൃതി അമ്മയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി, നമ്മൾ സോറി പറഞ്ഞു, നമ്മൾ അതിൽ നിന്ന് മുക്തമായില്ലോ. അയാളതും കൊണ്ട് നടക്കുന്ന അയാളുടെ കർമ്മല്ലേ, അയാൾ അനുഭവിക്കാനെ. പക്ഷെ അത് ശരിയായ ഒരു അത് നമ്മൾ എന്തിനാ നമ്മളുടെ കാര്യം, നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ഒരാള് നമ്മൾ കാരണം വേദനിച്ചു, നമ്മൾ അതിനെ തെറ്റാണെന്ന് ബോധ്യമായി, നമ്മൾ അതിനെ തിരുത്തി, നമ്മൾ അവരോട് സോറി പറഞ്ഞു, നമ്മളുടെ കർമ്മം കഴിഞ്ഞില്ലേ. പിന്നെ അയാൾ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അയാളുടെ കർമ്മല്ലേ. അതുകൊണ്ടുള്ള പെയിൻ എന്താ, അയാളല്ലേ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മളതിനെ വിടുന്നില്ല എന്നുള്ളതാണ്, നമ്മളുടെ വൈകല്യമാണ്. ഒരാൾക്ക് ചെയ്യാവുന്ന മാക്സിമം കാര്യം അത് തന്നെയാണ്, അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല. അയാളുടെ ഞാൻ ചേച്ചി പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയല്ല, പക്ഷെ ആ ഒരു വ്യക്തിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അയാൾക്ക് ഏൽപ്പിച്ച ആഘാതം അത് ജീവിതത്തിൽ ഇനി അയാൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തെറ്റാണ് മറ്റേ ആൾ ചെയ്തത്. അതിന് ഞാൻ പശ്ചാത്തപിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി പശ്ചാത്തപിക്കുന്നു എങ്കിൽ കൂടി ആ വ്യക്തിക്ക് ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ ആവാത്തൊരു സംഭവം ചേച്ചി പറയുന്നത്, അപ്പോൾ അത് അയാളുടെ പ്രശ്നമാണെന്ന്. അയാളുടെ കർമ്മമാണത്. ഒരാൾ വന്നിട്ട് അയാളെ അത്രയും വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുകയും ആ അനുഭവത്തിൽ കൂടി അയാൾ കടന്നു പോവുകയും ചെയ്യുന്ന അയാളുടെ കർമ്മമാണ്. തീർച്ചയായിട്ടും ഇതാ കാര്യത്തിന് സംശയം. അതെല്ലാവരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമോ? ഈ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, അത് അയാളല്ലേ അനുഭവിക്കുന്നത്. ഒരു കർമ്മം സഫർ ചെയ്യുന്ന ആളിലെ അതിൻ്റെ വിക്ടിം. ഒരാൾ അതിൽ നിന്ന് സോറി പറഞ്ഞു, അതിൽ നിന്ന് പുറത്തു വന്നു, നമ്മൾ പുറത്തു വന്നു, നമ്മളത് കഴിഞ്ഞു. പിന്നെ അയാൾ അവിടെ ഇരുന്ന് സഫർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അതിനെ വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോരായ്മയാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിന്റെ വൈകല്യമാണിത്. കാര്യങ്ങളെ നമ്മൾ ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ പറയുന്നു, മനസ്സുകൊണ്ട് അതിനെ അംഗീകരിക്കുന്നില്ല, നമ്മുടെ മനസ്സിന്റെ വൈകല്യമാണിത്. അയാൾ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ തീർച്ചയായിട്ടും ഇപ്പം നമ്മളെ എല്ലാവരോടും മോശമായിട്ട് പെരുമാറിയിട്ടത് അയാളുടെ കർമ്മമാണെന്ന് പറയുന്ന ആ സെൻസ് അല്ല ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ കാണുന്ന മനുഷ്യരോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുക, നമ്മളൊരാളെ വഞ്ചിക്കുക, അയാൾ എന്തിനാ വഞ്ചനയ്ക്ക് നിന്ന് കൊടുത്തത്, അയാളുടെ കഴിവില്ലായ്മയല്ലേ എന്ന് പറയുന്ന ന്യായമല്ല ഇതിനകത്തുള്ളത്. ഇതിനെ കുറച്ചുകൂടെ അതിൻ്റെ സത്യത്തിന്റെ ലെവലിലാണ് പറയുന്നത്. അയാൾക്ക് ആ കർമ്മത്തിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന, അയാൾക്ക് ഒരു നിമിഷം ചിന്തിക്കാമല്ലോ, ഞാൻ ഇതിനു മുമ്പ് ഏതോ ജന്മത്തിൽ ഇയാളെ വിഷമിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് അയാളെ കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അല്ലെങ്കിൽ അയാൾക്ക് അറിവില്ലാത്തത് കൊണ്ട് അയാൾ ചെയ്തതാണ്, ക്ഷമിച്ചു കളയാമെന്ന വ്യക്തിക്ക് വിചാരിക്കാമല്ലോ. ഈ വിചാരങ്ങളൊന്നും ആ വ്യക്തിക്ക് വരാതിരിക്കുന്ന ആ വ്യക്തിയുടെ കുറ്റമല്ലേ. അറിവിന്റെ കുറ്റമെന്ന് പറയാൻ പറ്റില്ല, അറിവില്ലായ്മയുടെ കുറവാണ്. ഒരു തെറ്റുകളും ലോകത്ത് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. നമ്മൾ അതിനെ മാത്രം പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മൾ അറ്റാച്ച്ഡ് ആകുന്നതുകൊണ്ടാണ്. അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മുടെ മനസ്സ്, നമ്മുടെ സൂക്ഷ്മ മനസ്സെന്ന് പറയുന്ന സ്വപ്ന മനസ്സ് ഒരു പെയിൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ പെയിനെ വിടാൻ നമ്മൾ തയ്യാറല്ല. മനസ്സിലായില്ലേ? നമ്മൾക്കത് ഇഷ്ടമാണ്. നമ്മൾ ആ പെയിനെ ഇഷ്ടപ്പെടും. താലോലിക്കാൻ ഒരു വ്യസനം നമുക്ക് വേണം, നമുക്കൊരു ദുഃഖം വേണം, എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഒരുപാട് ആൾക്കാരുടെയും ജീവിതം കാണുന്നത് കൊണ്ട്, ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഒരു അത്യാഹിതം സംഭവിച്ചു, ഒരിക്കലും പറയാൻ പോലും നമുക്ക് മടിയുള്ള കാര്യമാണ്. ഒരു കുട്ടി മരിച്ചുപോയ അമ്മ, അവര് ശരിക്കും ഉണ്ടായതാണല്ലോ, അത് കഥയുണ്ടാക്കി പറയുന്നൊന്നുമല്ല. ഇവിടെ നാട്ടിലുണ്ടായിരുന്ന സ്ത്രീ ഡൽഹിയിൽ പോയി ആഴ്ചകൾക്കകത്ത് അവരുടെ കുഞ്ഞ് ഡെങ്കിപ്പനി വന്ന് മരിച്ചു. അവർ നാട്ടിൽ വന്നു, അവരെങ്ങനെയെങ്കിലും, അതിൻ്റെ താഴെ ഒരു കുട്ടിയുണ്ട്, അത് എങ്ങനെയെങ്കിലും ആ ദുഃഖത്തിൽ നിന്നൊന്ന് സംസാരിച്ച് പറഞ്ഞും അതിൻ്റെ ഇതായിട്ടുള്ള ഒരു സ്പിരിച്വൽ സൈഡും ഒക്കെ പറഞ്ഞ് അവരെ ഒന്ന് സമാധാനിപ്പിച്ച് വയ്ക്കുമ്പോൾ അടുത്ത് ഒരാൾ വരും, എന്നാലും നിങ്ങൾ അങ്ങനെ പോയിട്ടല്ലേ ആ കുട്ടി മരിച്ചത്. വെൽവിഷറാണേ, മനസ്സിലായില്ലേ? ഇടണമല്ലോ തീർച്ചയായിട്ടും. എന്നാലും നിനക്ക് അന്നേരം അങ്ങനെ തോന്നിയത് കൊണ്ടല്ലേ, അവൻ ഇവിടെ നിന്നതല്ലേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തുകൊണ്ടാ? ഈ നമ്മൾ പറയുന്ന നമ്മുടെ ദുഃഖത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ എന്നുള്ള വ്യാജേന വരുന്ന പലരും നമ്മുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവർ, ഒരു ചെറിയ ഒരു സന്തോഷം അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ശരിക്കുള്ള അറിവെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരാളോട് അറിയാതൊരു തെറ്റ് ചെയ്തു, നമ്മൾ അവരോട് സോറി പറഞ്ഞു, നമ്മൾ ഹൃദയം കൊണ്ട് അവരോട് പശ്ചാത്തപിച്ചു, ആ കഥ അവിടെ നമ്മൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവര് അവിടെ നിന്ന്
അത് നമ്മുടെ ആഗ്രഹമാണ്. നമ്മുടെ മനസ്സിന് നിലനിൽക്കാൻ നമ്മൾക്കൊരു ദുഃഖം വേണം. ഒരുപാട് മനസ്സും അങ്ങനെയാണ്. നമ്മുടെ സ്വപ്ന മനസ്സെന്ന് പറയുന്നത് പിടിച്ചു നിൽക്കാൻ ഒരു കാര്യം വേണം. അതിലേറ്റവും ഇഷ്ടമുള്ളത് ദുഃഖമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അതിങ്ങനെ തുടർന്ന് പോകുന്നത്. ചില ആളുകളുണ്ട്, ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ ആയിരിക്കും, എന്തെങ്കിലും 10 വർഷം മുന്നേ നടന്ന ഒരു സംഭവമാണ്, അതങ്ങനെയാണ്, അതങ്ങനെയൊക്കെ സംഭവിച്ചത് ഇങ്ങനെയാണ്, ഇതിന് ന്യായീകരണങ്ങളൊക്കെ ഇങ്ങനെയാണ്, ഇന്ന കാര്യം കൊണ്ടാണ്, എല്ലാം ഓക്കെയാണ്. പിറ്റേ ദിവസം പറയും, എന്നാലും ചേട്ടൻ അങ്ങനെ സംസാരിച്ചല്ലോ, എന്നാലും അവൾ എന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ. ഈ 10 വർഷങ്ങൾ അവർക്ക് വേറെ ലോകമേ ഇല്ല. ഇടിഞ്ഞു പൊടിഞ്ഞു മണ്ണടിഞ്ഞു പോയ കാര്യമാണ്. പക്ഷേ പേരൊന്നുമില്ല. വെയിൽ വരുന്നതും മഞ്ഞ് വീഴുന്നതും ചെടികൾ പൂക്കുന്നതും പക്ഷികൾ പറക്കുന്നതും കുട്ടികൾ വളരുന്നതും ഒന്നും അവർക്ക് വിഷയമല്ല. ഈ ഒരു കാര്യം തന്നെ എന്നാലും എന്ന് പറയും, അതൊരു രോഗാവസ്ഥയാണ്. അതിന് ശരിക്കും നമ്മൾ ക്യൂർ ചെയ്യേണ്ടതാണ്. നമുക്ക് സങ്കടം തോന്നും. എനിക്കിതൊക്കെ അനുഭവത്തിൽ എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ ഇരുന്ന് പറയുന്ന ഒരു കാര്യമല്ല. നമുക്ക് സങ്കടം തോന്നും. ഏതെല്ലാം അതിൻ്റെ ശാസ്ത്രീയമായ കാര്യം പറയുന്നു, അതിൻ്റെ സ്പിരിച്വൽ പറയുന്നു, അസ്ട്രോളജിക്കൽ റീസൺ പറയുന്നു, അല്ലെങ്കിൽ സ്നേഹപൂർവ്വം പറയുന്നു, ഇതെല്ലാം കേട്ടിട്ടും അടുത്ത ദിവസം ഇത് തന്നെ പറയും. അപ്പോൾ അതൊരു രോഗാവസ്ഥയാണ്. അതിന് പോയിട്ട് ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കുക, ധാര എടുക്കുക, പിഴിച്ചിലെടുക്കുക, ഇതൊക്കെ നമ്മൾ പറഞ്ഞു വിടും. മനസ്സിലായില്ലേ? ദാനം ചെയ്യുക, ഇതൊക്കെ ചെയ്താലും പിന്നെ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു. അവരുടെ പെയിൻ, ഇത് ഇങ്ങനെ കേൾക്കുന്ന ഒരാളിനുള്ള ബുദ്ധിമുട്ട് എന്തായിരിക്കും? അവരെ പറ്റി നിരന്തരം ഒരാൾ കുറ്റപ്പെടുത്തിക്കും. ഇപ്പൊ സുരേഷിനെ ഞാൻ നിരന്തരം കാണുമ്പോഴെല്ലാം 4 കുറ്റം പറയുകയാണ്. സുരേഷ് എന്നാലും ഇങ്ങനെ ഇരുന്നത് ശരിയായില്ല, സുരേഷിന്റെ ഈ നോട്ടം ശരിയല്ല, ഈ കൈ ഇങ്ങനെ പിടിക്കുന്നത് അത്ര ശരിയല്ല, ഇങ്ങനെയൊക്കെ ഞാൻ പറയുകയാണ് വെച്ചാൽ കാണുന്ന ദിവസമൊക്കെ. സുരേഷ് ഇവിടേക്ക് വരുമോ? നാളെ വരില്ല. വരില്ല. അത് തന്നെയാണ് ജീവിതത്തിൽ. പിന്നെ ഓടിപ്പോകാൻ പറ്റുന്നവർ ഓടിപ്പോകും, ഓടിപ്പോകാൻ പറ്റാത്തവരെന്ത് ചെയ്യും? മനസ്സുകൊണ്ട് ഓടിപ്പോകും. മുന്നിൽ പ്രത്യക്ഷമായിട്ടുണ്ടാവും, പക്ഷെ അവിടെ മനസ്സുകൊണ്ട് ഓടിപ്പോകും. ഓടിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ അതിന് കുറ്റം പറയും. ഇപ്പൊ പഴയ പോലെ എന്നോട് സ്നേഹമായിട്ട് പെരുമാറുന്നില്ല. എന്തുകൊണ്ട് പെരുമാറുന്നില്ല? അപ്പോൾ അത് എത്രയൊക്കെ പറഞ്ഞ് കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചാലും ആളുകൾക്ക് സാധിക്കാതെ വരുന്നു. ഇതൊരു മനസ്സിൻ്റെ ഒരു രോഗാവസ്ഥയാണ്. നമ്മുടെ ശരീരത്തിന് രോഗം വരുന്ന പോലെ മനസ്സിനും രോഗം വരുമല്ലോ, രോഗാവസ്ഥ ഉണ്ടല്ലോ. അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ട കാര്യം. ഇത്രയും നേരം നമ്മൾ ജീവിതത്തിൽ പല കോംപ്ലിക്കേഷൻസ്, പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയിക്കൊണ്ട് പശ്ചാത്താപം അനുഭവിക്കുന്ന മനസ്സുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന് വേണ്ടുന്ന പരിഹാര മാർഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സ്വയം നന്നാവാൻ ശ്രമിക്കേണ്ടതാണ് ഏറ്റവും വലിയൊരു കാര്യം. മറ്റൊരാളോട് തെറ്റ് ചെയ്തു കഴിഞ്ഞു, അതിന് നമ്മൾ അവരോട് ക്ഷമ ചോദിച്ചു, മനസ്സുകൊണ്ട് ക്ഷമ ചോദിച്ചു, പിന്നീട് ചെയ്യാവുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെ മനസ്സിന് സുഖം കൊടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയൊരു ഉപദേശമാണ് ശാന്തി ചേച്ചി ഇന്നിവിടെ തന്നത്. നമുക്ക് ഏവർക്കും ജീവിതത്തിൽ നടപ്പാക്കാനാവുന്ന അങ്ങനെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ വിഷമങ്ങളോ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അതിനെ നീതീകരിക്കുകയല്ല, അതിൽ നിന്ന് പുറത്തു വരാനുള്ള ചില മാർഗ്ഗങ്ങൾ. നിങ്ങൾക്ക് ഏവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.